അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് അക്കീദയിലെ 12ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് കേൾക്കുക, മനസ്സിലാക്കുക. പാഠത്തിന്റെ പേര് അൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ. നമ്മൾ ഈ പാഠത്തിൽ ഓരോ വരിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ പാഠത്തിലെ തെതിരിഭാഗത്തും കൂടി ചർച്ച ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പാഠം നന്നായിട്ട് വായിക്കണം. പാഠത്തിന്റെ വരികളെ ചിലപ്പോൾ ആശയം പൂർത്തിയാക്കാൻ എന്നുള്ള ചോദ്യം വരാറുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ആയത്തെ ഹദീസുകൾ കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക. പിന്നെ ചോദ്യോത്തരങ്ങൾ പഠിക്കുക. ചോദ്യത്തിൽ നിന്ന് പാഠത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പാഠം 13 അൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ. ഇഹലോകം പരലോകം എന്നിങ്ങനെ രണ്ട് ലോകമുണ്ട്. അപ്പൊ എത്ര ലോകമുണ്ട്? രണ്ട് ലോകമുണ്ട്. ഒന്ന് ഇഹലോകം, രണ്ട് പരലോകം. ഇഹലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ജീവിക്കുന്ന ഈ ലോകത്തെയാണ് ഇഹലോകം എന്ന് പറയുക. പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടതിന് ശേഷമുള്ള ലോകത്തെയാണ് പരലോകം എന്ന് പറയുക. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണം. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അതിന്റെ ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണാതെ പഠിക്കണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഒന്നുകൂടി പറയൂ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. അതിന്റെ അർത്ഥം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടമാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, അതിന്റെ അർത്ഥം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടമാണ്. ഒന്നും കൂടി പറയൂ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ട് ലോകമുണ്ട്, ഇഹലോകം പരലോകം. പിന്നെ ഇഹലോകം എന്നുള്ളത് പരലോകത്തിലുള്ള കൃഷിയിടമാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. നാം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഴുവൻ അമലുകൾക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്ത് വെച്ചാണ്. നാം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഴുവൻ അമലുകൾക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടുന്ന എവിടെ വെച്ചാണ്? പരലോകത്ത് വെച്ച്. പരലോക വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും. നമ്മെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എന്താണ്? പരലോക വിശ്വാസം. ഒരു നാൾ ഈ ലോകം നശിക്കും. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി അല്ലാഹു മാറ്റും. സർവ്വജീവികളെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും ചെയ്ത നന്മയും തിന്മയും അതത്ര ചെറുതായാലും അവിടുന്ന് കാണിക്കപ്പെടും. എവിടെ നിന്ന്? പരലോകത്ത് നിന്ന്. അർഹമായ പ്രതിഫലം ലഭിക്കും. സൽക്കർമ്മികളായ സത്യവിശ്വാസികൾക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുവരെ പക്ഷേ ആശയം പൂർത്തിയാക്കാൻ ചോദിക്കാം. സൽക്കർമ്മികളായ സത്യവിശ്വാസികൾക്ക് ഡാഷ് സ്വർഗവും അല്ലാത്തവർക്ക് ഡാഷ് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് നരകവും. സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഈ ലോകം അവസാനിക്കുന്ന ദിവസം എന്നാണെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. അതിന്റെ ചില അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഉലമാക്കൽ മരിച്ചു പോവുക. വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊള്ള, കൊല, അറിവില്ലായ്മ മുതലായ അധികരിക്കുക. പള്ളികളിൽ ശബ്ദമുയർത്തുക. അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക. മുൻഗാമികളെ പിൻഗാമികൾ ശപിക്ക. ഉമ്മയെ വെറുപ്പിക്കാം. പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഇവ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വത്തുക്കൾ അധികരിച്ച് എല്ലാ ഭാഗത്തിൽ കൂടിയും അത് കവിഞ്ഞു ഒഴുകുകയും
അറബ് നാടുകൾ പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളുമായി മാറുന്നത് വരെയും ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. അവിടേക്കാണ് ഇപ്പോൾ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്തുക്കൾ എല്ലാ ഭാഗത്തു നിന്നും അധികരിച്ച് കൂടുകയും അതുപോലെ അറബ് നാടുകളെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളുമായിട്ട് മാറുന്ന ഒരു സമയം വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഈ വരി പഠിച്ചിരിക്കണം. ഇത് ആശയം പൂർത്തിയാക്കാൻ ചോദിക്കാം. സ്വത്തുക്കൾ അധികരിച്ച് എല്ലാ ഭാഗത്തു കൂടിയും അത് കവിഞ്ഞൊഴിക്കുകയും അതിന്റെ വാക്ക് നിങ്ങൾ പൂരിപ്പിച്ച് എഴുതാൻ ചോദിക്കും. അപ്പൊ അവിടെ എഴുതേണ്ടത് അറബ് നാടുകൾ തോട്ടങ്ങളും കൃഷിയിടങ്ങളും നദികളുമായി മാറുന്നത് വരെയും ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക, ദജ്ജാല് പുറപ്പെടുക, ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക, ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലുക, യഅജൂജ് മഅജൂജ് പുറപ്പെടുക, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം വരിക, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കുക, യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടുക, മശ്രിഖ് മഗ്രിബിന്റെ ഇട നിൽക്കുന്ന ഒരു പുക ഉണ്ടാവുക. ഈ പുക 40 ദിവസം നീണ്ടു നിൽക്കും. അന്ന് മുഅ്മിനുകൾ ജലദോഷം പിടിച്ചവരെ പോലെയും കാഫിറുകൾ മത്ത് പിടിച്ചവരെ പോലെയും ആകും. ഇവയെല്ലാം ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണ്. ഇവിടെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാകുന്ന അടയാളങ്ങളാണ്. അതിന് മുമ്പത്തെ പേജിലെ അവസാന പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഖിയാമത്ത് നാളിന് കുറച്ച് മുമ്പുണ്ടാകുന്ന അടയാളങ്ങളാണ്. അവസാനം കൊടുത്തിരിക്കുന്നത് വളരെ അടുത്തുണ്ടാകുന്ന അടയാളങ്ങളുമാണ്. അത് രണ്ടും മാറിപ്പോകാതിരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കും. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏത്? പ്രതിഫലം നൽകപ്പെടുന്ന ലോകമാണ് പരലോകം. നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ വായിച്ച ഒരു ചോദ്യമാണത്. നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പരലോക വിശ്വാസം. 2-ാം പാരഗ്രാഫിൽ 1-ാമത്തെ വരിയിൽ കാണാം. ലോകാവസാനത്തിന്റെ അടയാളം എന്തെല്ലാം? ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത് 1-ാമത്തെ പേജില് അവസാന പാരഗ്രാഫില് ഉലമാക്കള് മരിച്ചു പോവുക, വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊള്ള, കൊല, അറിവില്ലായ്മ മുതലായി അധികരിക്കുക, പള്ളികളിൽ ശബ്ദമുയർത്തുക, അനഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക, മുൻഗാമികളെ പിൻഗാമികളിൽ ശപിക്കുക, ഉമ്മയെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക. ലോകാവസാനത്തിന്റെ അടയാളം എന്തെല്ലാം? അത് നമ്മൾ പറഞ്ഞു. 4 ദജ്ജാലിനെ കൊല്ലും വരെ ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലും. അത് അവസാന പാരഗ്രാഫിൽ 2-ാമത്തെ വരിയിൽ കാണാം. ഒരു ഭയങ്കര തീ പുറപ്പെടും. എവിടെ നിന്ന്? യമനിൽ നിന്ന് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിനോട് വളരെ അടുത്ത അടയാളങ്ങൾ ഏതെല്ലാം? അവസാന പാരഗ്രാഫിൽ കുറച്ച് അടയാളം കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? 4 അടയാളങ്ങൾ ചോദിച്ചാൽ ഏതെങ്കിലും 4 കാര്യങ്ങൾ എഴുതുക. 5 അടയാളങ്ങൾ ചോദിച്ചാൽ 5 എഴുതുക. 1 ദജ്ജാല് പുറപ്പെടുക, ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക, ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലുക, യഅജൂജ് മഅജൂജ് പുറപ്പെടുക, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം വരിക, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കുക, യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടുക, മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പുക ഉണ്ടാകാം. ഇത്രയുമാണ് അതിന്റെ ഉത്തരം. കണ്ടത് ചർച്ച ചെയ്യാം. ഖിയാമത്ത് നാളിലെ അടയാളങ്ങളിൽ നിന്ന് നാം കാണുന്ന കാര്യങ്ങൾ. അത് ഇവിടെ പാഠത്തിൽ 1-ാമത്തെ പേജില് അവസാന പാരഗ്രാഫ് അടയാളത്തെ ഖിയാമത്ത് നാളിന് അടുത്തുണ്ടാകുന്ന അടയാളങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഉലമാക്കൾ മരിച്ചു പോവാ ഇപ്പൊ നടക്കുന്നുണ്ട്. വ്യഭിചാരം നടക്കുന്നുണ്ട്, മദ്യപാനം നടക്കുന്നുണ്ട്, ചൂതാട്ടം, ചൂഷണം, കൊള്ള, കൊല, അറിവില്ലായ്മ മുതലാതെ ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളികളിൽ ശബ്ദം ഉയരും, അതും നടക്കുന്നുണ്ട്. അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക, അതും നടക്കുന്നുണ്ട്. മുൻഗാമികളെ പിൻഗാമികൾ ശപിക്കുക, അത് നടക്കുന്നുണ്ട്. ഉമ്മയെ വെറുപ്പിക്കുക, അത് നടക്കുന്നുണ്ട്. പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നടക്കാൻ പോകുന്ന ഖിയാമത്ത് നാളിന്റെ അടുത്തുണ്ടാവുന്ന അടയാളങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഖിയാമത്ത് നാൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അന്വേഷിച്ച് മനസ്സിലാക്കുക, ഈസാ നബി അലൈഹി സ്വലാം ഇപ്പോൾ എവിടെയാണ്? ഈസാ നബി അലൈഹി സ്വലാം ഇപ്പോൾ ആകാശത്ത് ജീവിക്കുന്ന ഒരു പ്രവാചകനാണ്. യാജൂജ് മാജൂജ് എവിടെയാണ്? അവര് ദുൽഖർണൈൻ രാജാവ് അവരെ ഒരു മലയുടെ ഉള്ളിലായിട്ട് തളച്ചിട്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മല എവിടെയാണെന്ന് പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹു രഹസ്യമായിട്ട് അവരെ ഈ ഭൂമിയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവര് ഖിയാമത്ത് നാളാകുന്ന സമയത്ത് നമ്മുടെ ഭൂമിയിൽ നാശകാരികളായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് യജൂജ് മഅജൂജ്. ഈ യജൂജ് മഅജൂജ് എന്നുള്ള സംഘം ഇവിടെ വന്നിട്ട് അവരുടെ കയ്യിൽ എല്ലാ അക്രമത്തിന്റെ ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. അള്ളാഹു അത്തരം ദുഃശക്തികളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ. അവരെ ഇവിടെ ദുനിയാവിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഇനി പൂരിപ്പിക്കാം അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, രണ്ടാമത്തെ വരിയിൽ കാണും. അതിന്റെ അർത്ഥങ്ങൾ കുട്ടികൾ പഠിക്കണം. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടമാണ്. നന്നായിട്ട് പഠിക്കാം. അല്ലാഹു നല്ല മാർക്കോട് കൂടി വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.